എയിംസ് വരും കേട്ടോ മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി പ്രസംഗിച്ചത്. എവിടെ വന്നു? അതിനൊരു മറുപടി വേണ്ടേ? എപ്പോൾ വരും, എന്തുകൊണ്ട് വരുന്നില്ല? ഇത് മറുപടി പറയാൻ പോലും ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർക്കോ, അതായത് ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ കഴിയുന്നില്ല. ഇന്ന് സുരേഷ് ഗോപിയുടെ മുമ്പിൽ മൈക്ക് വെച്ചു. അത് കേന്ദ്രത്തെ എന്താണ് ഒരു പ്രസ് ബ്രീഫിംഗ് വരും. ആര് നടത്തും? സുരേഷ് ഗോപി നടത്തും. അത് ഉദ്ദേശിക്കുന്ന അശ്വിനി വൈഷ്ണവിനെ കുറിച്ച് അശ്വിനി വൈഷ്ണവ് പറഞ്ഞെന്താണ്? 2014 വരെയുള്ള റെയിൽവേ വിഹിതം, ബജറ്റ് വിഹിതം 375 കോടിയായിരുന്നു. ഈ വർഷം അത് 3700 കോടിയായി. 2014 ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ വില എത്രയാണ്? പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില എത്ര വർദ്ധിച്ചു? അത് 370 കോടി 3700 കോടി ആയതാണ്. അത് 10 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അവർ നേട്ടമായിട്ട് പറയുന്നത്. ഒരു പുതിയ പദ്ധതിയും ഇല്ല, പറയാനില്ല. ഒരു പുതിയ പദ്ധതിയും അശ്വിനി വൈഷ്ണവിന് നമ്മളോട് പറയാനില്ല റെയിൽവേയുടെ കാര്യത്തിൽ. റെയിൽവേ പോട്ടെ, എയിംസ് എന്താണ്? എയിംസിനെ പറ്റി എന്തെങ്കിലും ഒരു കൺക്ലൂസീവായിട്ടൊരു കാര്യം പറയണ്ടേ? ഇപ്പോൾ ഇന്നലെ ജോർജ് കുര്യൻ ഈ ബജറ്റിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് അത് 150 ഏക്കറേ തന്നുള്ളൂ, 350 ഏക്കർ വേണം. എത്ര ഏക്കർ വേണം എന്ന് ജോർജ് കുര്യൻ പറയുമോ? എയിംസിന് എത്ര ഏക്കർ വേണം? അത്ര ഏക്കർ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. അവർ കൈമാറാത്തത് കൊണ്ടാണോ, അവർ ഭൂമി ഏറ്റെടുക്കാത്തതുകൊണ്ടാണോ എയിംസ് തരാത്തത്? അത് പറയില്ല. അപ്പോൾ എങ്ങോട്ടോ ആകാശത്തേക്കൊക്കെ വെടിവെച്ച് സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല. എയിംസ് എന്തുകൊണ്ട് വരുന്നില്ല എന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എയിംസ്, റെയിൽവേ, ഇത് രണ്ടുമാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോൾ ട്രെയിനിൻ്റെ കാര്യം, അതിവേഗ ട്രെയിനിൻ്റെ കാര്യം സംസ്ഥാന സർക്കാർ അവരുടെ ബജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽ എന്തായാലും അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ പുതിയൊരു റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ അതിവേഗ ട്രെയിൻ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കോപ്പ് കൂട്ടുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതേക്കുറിച്ച് പറയുമ്പോൾ തൊട്ടുടനെ ഇ ശ്രീധരൻ എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ന് പൊന്നാനിയിലൊരു ഓഫീസൊക്കെ തുറന്നേക്കാണ്. ഇ ശ്രീധരൻ ആരാണ്? ഇപ്പം സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, നമുക്ക് മനസ്സിലാവും. ഇ ശ്രീധരന് ഇതിലുള്ള റോൾ എന്താണ്? ഇ ശ്രീധരൻ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ടാകും, അതിലും മികച്ച എഞ്ചിനീയർ ആയിരിക്കാം, അദ്ദേഹത്തിന് റെയിൽ പ്രോജക്റ്റുകളിൽ നല്ല ധാരണയുണ്ടാവാം. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയണ്ടേ അങ്ങനെയാണ് ഇ ശ്രീധരനെയാണ് ഞങ്ങൾ DPR ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇ ശ്രീധരൻ റെയിൽവേയുടെ ഒരു അഡ്വൈസറി മെമ്പറാണ്, അല്ലെങ്കിൽ അത് ചീഫ് ഉപദേശകനാണ്, അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ? എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരിന് അറിയില്ല. കേന്ദ്ര സർക്കാർ പറയണ്ടേ ഇ ശ്രീധരനാണ് ഇതിൻ്റെ ആൾ, അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലെ ഓഫീസ് ഞങ്ങൾ പറഞ്ഞിട്ട് ഇട്ടേക്കുന്നതാണ്. അദ്ദേഹം പാലക്കാട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി MLA ഓഫീസ് തുറന്നതുപോലെ പൊന്നാനിയിൽ, അത് ഈ അതിവേഗ റെയിൽപാത പൊന്നാനിയിലൂടെ പോകുന്നുമില്ല, പൊന്നാനിയിലെ ഓഫീസ് തുറന്നിട്ട് അദ്ദേഹം പൂജയൊക്കെ നടത്തി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒരു തരത്തിലുള്ള വ്യവസ്ഥയുമില്ല. ഇതേക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല.